ഹലോ, നമ്മളെ കോട്ടക്കുന്നുമൽ പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 7 ദിവസത്തെ പരിപാടിയായിരുന്നു. ഇപ്പോൾ കഴിയാനായി തുടങ്ങി. അവിടെ കോലാർ മില്ലേരെ നല്ല ഒരു പരിപാടി, നമ്മൾ ചെടിക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പരിപാടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടു ഞാൻ. അപ്പോൾ അതൊന്ന് ഇവർ പറഞ്ഞു തരും. ഇറിഗേഷൻ 2 ടൈപ്പാണ് ഇറിഗേഷൻ വരുന്നത്. ഒരെണ്ണം സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആണ്, ഡ്രിപ്പ് ഇറിഗേഷൻ. ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഒരു പിക്ചറാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് കണക്ഷൻ പോകും, ഒരു ഫിൽറ്റർ ഉണ്ടാവും, പിന്നെ ഓരോ ട്രിപ്പ്. ഇത് തുള്ളി നന എന്നാണ് ഇതിന് മലയാളത്തിൽ പറയാം. തുള്ളി നനയുടെ ഓരോ പോയിന്റിലേക്കും ഒരു തുള്ളി. വളരെ കുറഞ്ഞ വെള്ളം ഇതിനാവശ്യമുള്ളൂ. പവറും വളരെ കുറഞ്ഞാൽ മതി. ഒരു മുകളിൽ നിന്നൊരു വാട്ടറിൻ്റെ ഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. കുറഞ്ഞ ചിലവിൽ വെള്ളം നനയ്ക്കാൻ പറ്റും. ഉയരത്തിൽ വെക്കുന്ന ചെടികൾക്ക് നമുക്ക് വെക്കാൻ പറ്റുമോ? ഉയരത്തിൽ വെക്കുമ്പോൾ നമുക്ക് അതിന്റെ ടാങ്ക് കപ്പാസിറ്റി, വാട്ടർ ഫ്ലോ നോക്കിയിട്ട് അതിനനുസരിച്ച് ബൂസ്റ്റർ പമ്പുകൾ ഒരു HP RHP പോലത്തെ പമ്പുകൾ കൊടുക്കേണ്ടി വരും. പിന്നെ അതല്ലാതെ സ്പ്രിംഗ്ലർ മാതിരി ആയിട്ട് കൊടുക്കാൻ, സ്പ്രിംഗ്ലർ ആകുമ്പോൾ നമ്മളെ ടാങ്കിൽ നിന്നായിട്ട് കൊടുക്കാൻ പറ്റും. ടാങ്കിൽ നിന്ന് കൊടുക്കാൻ പറ്റും. സ്പ്രിംഗ്ലർ ആകുമ്പോൾ നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻ ചെറിയൊരു മാറ്റം വരും. ഇത് നമ്മുടെ LLD പൈപ്പ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മളെ PVC പൈപ്പ് ആയിരിക്കും ഉപയോഗിക്കുക. ഈ PVC പൈപ്പ് നമുക്ക് ഒരു സ്പ്രിംഗ്ലർ ഒരു 3 മീറ്റർ, 5 മീറ്റർ, 10 മീറ്റർ, 50 മീറ്റർ വരെ പോകുന്ന സ്പ്രിംഗ്ലറുകൾ നമുക്ക് അവൈലബിൾ ആണ്. 50 മീറ്റർ വരെ, 50-100 മീറ്റർ വരെ സ്പ്രിംഗ്ലർ പവർ കിട്ടും. വലിയ മൈതാനങ്ങളിൽ, ഇന്റർനാഷണൽ സ്റ്റേഡിയങ്ങളിലൊക്കെ കാണുന്ന സ്പ്രിംഗ്ലറുകള് പോപ്പ് ടൈപ്പ്, അതായത് ഉപയോഗിക്കുന്ന സമയത്ത് അത് പൊന്തി വരും, അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഒരു ഏരിയ മൊത്തം 50 മീറ്റർ കവർ ചെയ്യണമെങ്കിൽ 50 തൊട്ട് ഒരു 250 മീറ്റർ കവർ ചെയ്യുന്ന രൂപത്തിൽ അത് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ചെറുത് തൊട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ മിസ്റ്റ് ബ്ലോവർ ഉണ്ട്, മിസ്റ്റ് സ്പ്രിംഗ്ലർ. അതായത് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് ചില ചെടികളുടെ മുകൾ ഭാഗം നനയേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിസ്റ്റ് സ്പ്രിംഗ്ലറാണ്. പിന്നെ നമുക്ക് എന്താണ് സൈഡിക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് മാത്രം സ്പ്രിംഗ്ലർ ആണ് ചെയ്യുക. സ്പ്രിംഗ്ലർ നമുക്ക്, അതായത് സ്പ്രിംഗ്ലർ ഇങ്ങനെ തിരിഞ്ഞു പോണതുണ്ടാവുമല്ലോ, അതിൽ ഒരു ഭാഗം വരാതെ അത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കണം. അത് ഒന്നിച്ചുണ്ടാകും. നമ്മളൊരു ഹാഫ് റൊട്ടേഷനിൽ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രേ പോവുള്ളൂ. ഇപ്പൊ നമ്മൾ റോഡ് അല്ലെങ്കിൽ പിന്നെ ഒരു കോർണറിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ പറ്റുള്ളൂ. കോർണറിൽ ഈ ഒരു 45 ഡിഗ്രിയിൽ ഇത് പോകും. ബാക്കി 45ൽ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കോലാർ മിൽ സ്റ്റോർ മലപ്പുറം. കോലാർ മിൽ സ്റ്റോർ മലപ്പുറമാണ്. പോലീസ് സ്റ്റേഷന്റെ നമ്പർ താഴെ. അപ്പോൾ കോലാർ മില്ല് സ്റ്റോറാണ് അത്, പോലീസ് സ്റ്റേഷൻ്റെ താഴെയാണ് കേട്ടോ. അവിടെ പിന്നെ ഇങ്ങനത്തെ ആയുധങ്ങളൊക്കെ ഉണ്ട്. തെങ്ങ് കയറണ മെഷീന്, കുഴി കുത്തണ മെഷീന്, പിന്നെ നെല്ല് കുത്തണ യന്ത്രം, പൊടിക്കണത്, കുരുമുളക് മെതി യന്ത്രം, കുരുമുളകൊക്കെ മെതിക്കണ യന്ത്രമുണ്ട്. പിന്നെ തെങ്ങ് കയറണത് കണ്ടില്ലേ, നെല്ലുത്തുന്നതാണത്. പിന്നെ പൊന്ത വെട്ടണത് മെഷീനുണ്ട്. ഇതൊക്കെ അവരുടെ യന്ത്രങ്ങളാണ്. ഇതൊക്കെ അവിടെ കോലാർ മിൽ സ്റ്റോറിലുണ്ട് കേട്ടോ, കോട്ടപ്പടിക്ക്. പിന്നെ നമ്മളെ ചെടിക്ക് ആവശ്യമായത് കണ്ടില്ലേ, കത്രിക, ചെറിയ കൈക്കോട്ട്, പിന്നെ നമ്മളിപ്പോൾ എന്താണ് ബുഷിയായിട്ട് വെട്ടണ മരങ്ങൾ വെട്ടുന്നത്, എല്ലാം ചെടിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ കൊമ്പ് മുറിക്കുന്ന വാൾ കണ്ടില്ലേ, മരം മുറിക്കുന്ന. പിന്നെ ഇത് സബ്സിഡി നിരക്കിലാണ് കണ്ടില്ലേ, 25% ഡിസ്കൗണ്ടാണ്. കൃഷി വകുപ്പിൻ്റെ വക കേരള സർക്കാരിൻ്റെ കീഴിൽ ഇതായതുകൊണ്ട് നമ്മൾ ഇതിൽ ഈ പോലെ അഡ്രസ്സിൽ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അവർ ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സബ്സിഡി നിരക്കിലാണ് കേട്ടോ. ഇതൊക്കെ 80% വരെ ഗവൺമെൻറ് സബ്സിഡിയാണ്, മോട്ടോർ പമ്പിനൊക്കെ കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ സബ്സിഡിയാണ്. ഈ വക പമ്പുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട സ്പ്രേയറുകളുണ്ട്. 5 ലിറ്ററിൻ്റെയും 10 ലിറ്ററിൻ്റെയും 20 ലിറ്ററിൻ്റെയൊക്കെ സ്പ്രേയർ ഉണ്ട് അവിടെ. 250 5 ലിറ്ററാ? 3 ലിറ്ററാണ് താഴെ, 5 ലിറ്റർ. പിന്നെ ഈ പമ്പിന്റെ ഒക്കെ കാര്യങ്ങള്, ഹോണ്ടന്റെ പമ്പ് ഇത് ഏറ്റവും വലിയൊരു മോഡലാണ്. വെള്ളടിക്കണ പമ്പ്. അതെ, പെട്രോളിന് വർക്ക് ചെയ്യുന്ന പമ്പാണ്. ചെറിയൊരു ടൈപ്പ് ഉണ്ട്. ഇവിടെ വെച്ചിട്ടുള്ള മെഷീനുകളൊക്കെ നമുക്ക് സബ്സിഡി ഉണ്ട്.
വറുത്ത് കളിക്കാൻ പറ്റുന്ന വിഷയമാണ്. 5 HP എഞ്ചിനാണ് വരുന്നത്. നമുക്ക് ഇതും 1 ലിറ്റർ 1 മണിക്കൂറോളം മൈലേജ് കിട്ടും. നമുക്ക് 1.5 അടി വീതി 3 അടി വീതിയിലായിട്ട് കളച്ച് വയ്ക്കാം. കളച്ചെടുക്കാൻ പറമ്പ് കളക്കല്ലേ? എങ്ങനെ തടം കളച്ചാൽ വെക്കാനും പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരുക്കാൻ. അതിന്റെ റേറ്റ് എങ്ങനെ? ഇതിന് 92,000 രൂപ വരെ വരുന്നത്. സബ്സിഡി സബ്സിഡി ഉണ്ടായാലും 40% സബ്സിഡി ഉണ്ട്. സബ്സിഡി കിട്ടും. ഇത് 2 ഫോർവേഡ് ഗിയർ, 1 റിവേഴ്സ് ഗിയർ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് വെള്ളമടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ. ക്ലിയർ വാട്ടർ മാത്രം അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഇത് 3 ഇഞ്ച് വലി 3 ഇഞ്ച് തള്ളുകയും ചെയ്യും. ഏകദേശം 10-26 മീറ്ററോളം ടോട്ടൽ ഹെഡ് കിട്ടും. അത് 7 മീറ്റർ താഴ്ന്ന് വലിച്ചിരിക്കാൻ, കുഴിയിൽ നിന്ന് താഴ്ന്ന് വലിച്ചെടുക്കുന്നത്. ഈ മെഷീന് വേറെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഫുട്ബോളിൻ്റെ ആവശ്യമില്ല. ഫുട്ബോളിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ പമ്പിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഊസ് ചുമ്മാ താഴെ കെൻറ്റിക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം അതിൻ്റെ താഴ്ന്ന് എയർ വലിച്ചെടുക്കുക. എയറിൻ്റെ കൂടെ വെള്ളം വെച്ച് തള്ളുകയും ചെയ്യും. 1 മിനിറ്റിൽ ഏകദേശം നമുക്ക് 1100 ലിറ്റർ വരെ വെള്ളം തള്ളും പെർ മിനിറ്റ്. ഇത് 4 HP എഞ്ചിനാണ് വരുന്നത്. 4 HP എഞ്ചിൻ നമുക്ക് 1 ലിറ്റർ പെട്രോൾ കൊണ്ട് 1 മണിക്കൂറോളം മൈലേജ് കിട്ടും. 1 ലിറ്റർ പെട്രോൾ കൊണ്ട് 1 മണിക്കൂറോളം ഓടും. നമുക്ക് അത്രയും ഫോഴ്സ് വേണ്ട. ഇപ്പം 1100 ലിറ്റർ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ സ്പീഡ് കുറച്ചിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ചെറിയ മോഡലാണ് ഇത്. 1.5 ഇഞ്ച് ഹോസ്, 1.5 ഇഞ്ച് വലിച്ച് 1.5 ഇഞ്ച് തള്ളും. ചെറിയ മോഡൽ 2 HP. ഇത് 1 മിനിറ്റിൽ 160 ലിറ്ററോളം വെള്ളം തള്ളും പെർ മിനിറ്റിൽ. ഇതിനും ഫുട്ബോളിൻ്റെ ആവശ്യം വരുന്നില്ല. ഫുട്ബോൾ ആവശ്യമില്ല. ഫുട്ബോളൊക്കെ ഈ പമ്പിനകത്ത് തന്നെ വരുന്നത്. ഇൻബിൽഡ് സെൽഫ് പ്രൈമിംഗ് എന്നാണ് പറയുക. ആ മോഡലിന് സെൽഫായിട്ട് പ്രൈം ചെയ്ത് എടുത്തോളൂ. പമ്പിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഓസ് ഇടുക, വലിച്ചെടുത്തോളൂ. എല്ലാം പെട്രോൾ എഞ്ചിൻസാണ് വരുന്നത്. 1 ലിറ്റർ നമുക്ക് 1.5 മുതൽ 1.25 മണിക്കൂർ വരെ മൈലേജ് കിട്ടും പെർ ലിറ്റർ. ഈസി ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. 15 കിലോ ടോട്ടൽ വെയിറ്റ് വരുന്നു. 15 കിലോ ഇതിന് ടോട്ടൽ വെയിറ്റ് വരുന്നു. ഇതിൻ്റെ വേറെ പ്രത്യേകിച്ച് നമുക്ക് ഈ ത്രെഡിങ് ടൈപ്പ് ആയതുകൊണ്ട് ആവശ്യം കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് പോകാൻ പറ്റും. ഈ ത്രെഡ് അയച്ചു കഴിഞ്ഞാൽ ഓസ് വേറെ എഞ്ചിൻ വേറായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റും. 2 വേറായിട്ടില്ല. ഇതിലും അതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ നമ്മൾ ഷെല്ലൊക്കെ ടൈറ്റാക്കി വെക്കുന്ന ടൈപ്പും അല്ല. എപ്പോൾ വെച്ചാൽ ത്രെഡ് അയച്ചു കഴിഞ്ഞാൽ ഓസ് വേറെ എഞ്ചിൻ വേറായിട്ട് ഒക്കെ എടുത്തുകൊണ്ട് എവിടെ വെച്ചിട്ട് കൊണ്ട് വെച്ച് അപ്പോൾ തന്നെ ഇട്ട് വർക്ക് ചെയ്യിക്കാം. ഇത് സ്പ്രേയറാണ്, മരുന്നടിക്കാൻ. സ്പ്രേയറാണ്, ഉയരങ്ങളൊക്കെ മരുന്നടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമുക്ക് 4 HP എഞ്ചിനാണ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 7 മുതൽ 8 മീറ്റർ വരെ ഹൈറ്റിലേക്ക് പോകും. അതേപോലെ നമുക്ക് ലെങ്ത് ഇടാൻ പറ്റും. 25 മീറ്റർ വരെ ലെങ്ത് ഇടാൻ പറ്റും. 25 മീറ്റർ ലെങ്ത് ഇടാൻ പറ്റും. ഇത് അറ്റ് എ ടൈമിൽ നമുക്ക് 3 ഹോസ് വരെ കണക്ട് ചെയ്യാൻ പറ്റും. 3 ഹോസ് വരെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് 3 ഡിവൈഡ് ചെയ്ത് നമുക്ക് കൊടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ മൈലേജ് വരുന്നത് നമുക്ക് 1 ലിറ്ററിൽ 1 മണിക്കൂറാണ് മൈലേജ് വരുന്നത്. 1 ലിറ്ററിന് 1 മണിക്കൂർ. അതിൻ്റെ കൂടെ ഗണ്ണും 50 മീറ്ററോളം ഹോസ് എല്ലാം അതിൻ്റെ കൂടെ ഉപയോഗിക്കും. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഇതിൽ കൊടുത്ത ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.